കൊൽക്കത്തയിലെ യോഗാ ദിനത്തിൽ യോഗ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. आत्मिक अनुभूति दे रहा है. इसी बंगाल की धरती पर जन्मे गुरुदेव रविन्द्रनाथ ठाकुर का मानना था कि मनुष्य की पहचान अलग अलग रहने में नहीं बल्कि अपने आसपास की दुनिया से जुड़ने में है. यही जुड़ाव योग का मूल भाव है. महर्षि अरविंद भी कहते थे, हमारा पूरा जीवन योग है, चाहे हमें इसका बोध हो या न हो. योग जब स्वभाव में आता है तो वो मानवीय एकता का आधार बन जाता है. साथियों, योग केवल शारीरिक श्रम का साधन नहीं है. योग किसी एक आयु वर्ग के लिए सीमित भी नहीं है. भारत में हम जानते हैं और देखते आए हैं, योग मानव के जीवन का चेतना के साथ, ऊर्जा के साथ एक प्रकाश भी है. इसलिए इस वर्ष अंतर्राष्ट्रीय योग दिवस ബംഗാളിൽ നടക്കുന്ന യോഗാ ദിന പരിപാടികളിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ മറ്റൊരു അന്താരാഷ്ട്ര യോഗാ ദിനം കൂടി കടക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ഈ യോഗ. ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. ബംഗാളിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, ഇന്ന് 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള പ്രധാന പരിപാടി ഇത്തവണ നടക്കുന്നത് കൊൽക്കത്തയിലെ റെഡ് റോഡിലാണ്. ആ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം തന്നെ ഏതാണ്ട് 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന യോഗ സെഷന്റെ ഭാഗമായി അദ്ദേഹം തന്നെ ഈ അവിടെയുള്ള യോഗ പരിപാടികൾക്ക് നേതൃത്വം നൽകും. 2015 മുതലാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. ആ ഘട്ടം മുതൽ തന്നെ യോഗ ദിന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ അഭ്യർത്ഥന അനുസരിച്ചാണ് 2014 UN അന്താരാഷ്ട്ര യോഗാ ദിനമായി ജൂൺ 21 പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടിയാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നുള്ളത്. ഇന്ത്യയിൽ വികസിച്ച ഇന്ത്യയുടെ സ്വന്തമായ ഒരു പരിപാടി, അത് അന്താരാഷ്ട്ര പ്രാധാന്യം അതിന് ലഭിക്കുന്നു. ഒപ്പം തന്നെ ഓരോ വർഷവും ഓരോ അന്താരാഷ്ട്ര യോഗ ദിനത്തിലും അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടാകുന്നു. ആദ്യ യോഗാ ദിനത്തിൽ ഏതാണ്ട് 9 കോടി 10 കോടിക്ക് താഴെ ആളുകളുടെ പങ്കാളിത്തമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായത് എങ്കിൽ കഴിഞ്ഞ തവണ അത് 25 കോടിയോളം ജനങ്ങളുടെ പങ്കാളിത്തം അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിന പരിപാടിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഏതാണ്ട് 38,000-ഓളം പേർ ഇന്നലെ ഉച്ചയോടെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മുന്നോട്ട് വച്ചിരിക്കുന്ന കണക്ക്. കൊൽക്കത്തയിലെ റെഡ് റോഡിലുള്ള ഈ യോഗാ ദിന പരിപാടി അത് ഒരു ഗിന്നസ് റെക്കോർഡ് പരിപാടിയാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതിനായി സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും പൊതുജനങ്ങളോടും ഈ യോഗാ ദിന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന അഭ്യർത്ഥന അതൊരു വിജ്ഞാപനമായി തന്നെ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. വലിയ തോതിലുള്ള പങ്കാളിത്തം തന്നെ ഈ പരിപാടിക്ക് ഉണ്ട്. 2400ഓളം പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു യോഗാ ദിന ആചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിക്ക് ഒപ്പം തന്നെ മറ്റ് പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടികൾ കൊൽക്കത്തയിലും മറ്റ് ഇടങ്ങളിലും ഉണ്ടായിരുന്നു. ഓരോ വർഷവും 2015 മുതൽ ഓരോ വർഷവും വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഡൽഹിയിലെ ആയിരുന്നു പ്രധാനമന്ത്രി നേതൃത്വം നൽകിയിരുന്നത് എങ്കിൽ പിന്നീട് പല നഗരങ്ങളിലൂടെ ഇത് പരിപാടികൾ നടത്തിയ ശേഷമാണ് ഒടുവിൽ ഇപ്പോൾ കൊൽക്കത്തയിൽ എത്തിയിരിക്കുന്നത്. പ്രവിത, അമൃത.
ശരി, എല്ലാ വർഷവും വലിയ രീതിയിലുള്ള പരിപാടികളാണ് രാജ്യത്ത് നടക്കുന്നത്. ഇന്നിപ്പോൾ പരിപാടി നടക്കുന്നത് കൊൽക്കത്തയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു ദിവസം കൂടിയാണ് കടന്നുപോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.